പ്രതികരിച്ചതിന് മുസ്ലിം ലീഗിന്റെ വിദ്യാർത്ഥി വിഭാഗമായ MSFന്റെ പ്രാദേശിക പ്രവർത്തകനായിരുന്ന ഷുക്കൂർ അരിയിൽ ഷുക്കൂർ 2012 ഫെബ്രുവരി 20-നാണ് ക്രൂരമായി കൊല ചെയ്യപ്പെട്ടത്. അതിന്മേൽ ഇപ്പോൾ ഗൂഢാലോചന കേസിൽ ഷുക്കൂർ വധക്കേസിന്റെ ഗൂഢാലോചന ആണ് പി ജയരാജനും TV രാജേഷിനുമെതിരെ ചുമത്തിയിരിക്കുന്നത്. ഈ കേസിൽ നൽകിയ വിടുതൽ ഹർജിയാണ് ഇപ്പോൾ CBI കോടതി തള്ളിയിരിക്കുന്നത്. വിവരങ്ങളുമായി ശ്യാം ദേവരാജ് നമുക്കൊപ്പം തുടരുന്നുണ്ട്. ശ്യാം ദേവരാജ്, ഈ കേസിന്റെ മെറിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇനി ഈ കേസിൽ തുടർ നടപടികൾ എങ്ങനെയായിരിക്കും? ഇതുവരെയുള്ള കേസിന്റെ നാൾവഴി എങ്ങനെയാണ്? 2012 ഫെബ്രുവരി മാസം 20-ാം തീയതിയാണ് അരിയിൽ ഷുക്കൂർ കൊല്ലപ്പെടുന്നത്. ഈ കൊല്ലപ്പെട്ട അരിയിൽ ഷുക്കൂറിനെ 30ഓളം വരുന്ന CPM പ്രവർത്തകർ 2.5 മണിക്കൂർ തടഞ്ഞുവെച്ച വിചാരണ നടത്തി കൊലപ്പെടുത്തിയെന്നാണ് ഈ കേസിന് പ്രോസിക്യൂഷൻ കേസ്. ആ കേസിലാണ് CBI കേസ് രജിസ്റ്റർ ചെയ്യുകയും കേസെടുക്കുകയും അന്വേഷണം നടത്തുകയും അന്വേഷണം പൂർത്തിയാക്കിയതിൻ്റെ കുറ്റപത്രം എറണാകുളം പ്രത്യേക CBI കോടതിയിൽ നൽകുകയും ചെയ്തത്. ഈ കേസിൽ കഴിഞ്ഞ വർഷമാണ് 2023 അവസാനമാണ് പി ജയരാജനും TV രാജേഷും CPM നേതാക്കളായ പി ജയരാജനും TV രാജേഷും ഈ വിചാരണ കോടതിയെ സമീപിച്ചത്. രണ്ടുപേരും ഗൂഢാലോചന കേസിലാണ് പ്രതി. അവർ രണ്ടുപേരും ഉയർത്തുന്ന വാദം ഈ സമയത്ത് ഞങ്ങൾ ചികിത്സയിലായിരുന്നു എന്ന കാര്യമാണ്. പക്ഷേ തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു എന്ന കാര്യമാണ് അവർ ഉയർത്തുന്ന വാദം. പക്ഷേ അവിടെ വെച്ചാണ് ഇതിൻ്റെ ഗൂഢാലോചന നടന്നത് എന്നാണ് CBI ഉയർത്തുന്ന മറുവാദവും. ഈ കാര്യത്തിൽ ഇവർ ഉയർത്തിയ ഈ ആരോപണങ്ങളെല്ലാം അല്ലെങ്കിൽ വാദങ്ങളെല്ലാം തള്ളിയാണ് ഇപ്പോൾ പ്രത്യേക CBI കോടതി ഒരു നിലപാടെടുത്തിരിക്കുന്നത്. രണ്ടുപേർക്കും കനത്ത തിരിച്ചടിയാകുന്ന CPM തന്നെയും തിരിച്ചടിയാകുന്ന രീതിയിൽ അരിയിൽ ഷുക്കൂർ വധക്കേസിൽ കോടതിയുടെ ഉത്തരവ് വരുന്നത്. രണ്ടുപേരും ഇനി ഈ കേസിൽ വിചാരണ നേരിടേണ്ടി വരും. പക്ഷേ രണ്ടുപേർക്കും പി ജയരാജനും TV രാജേഷിനും ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാം. ഹൈക്കോടതി എന്ത് തീരുമാനമെടുക്കുന്നു അല്ലെങ്കിൽ സുപ്രീം കോടതി എന്ത് തീരുമാനമെടുക്കുന്നു എന്നതിനെ അനുസരിച്ചിരിക്കും. പക്ഷേ ആത്യന്തികമായി ഇന്നത്തെ വിധി അനുസരിച്ച് അല്ലെങ്കിൽ ഇന്നത്തെ വിചാരണ കോടതിയുടെ വിധി അനുസരിച്ച് അവർ വിചാരണ നേരിടണം എന്നതാണ് ഏറ്റവും പ്രധാനം. രണ്ടുപേരും എറണാകുളം പ്രത്യേക CBI കോടതിയിലാണ് ഇതിൻ്റെ വിചാരണ നടപടികൾ പുരോഗമിക്കുന്നത്. ആ കോടതിയിലാണ് വിചാരണ നേരിടുകയും ചെയ്യേണ്ടത്. പക്ഷേ അവർ അപ്പീൽ പോകുമോ എന്ന കാര്യത്തിൽ അഭിഭാഷകരുമായി ആലോചിച്ചായിരിക്കും തീരുമാനമെടുക്കുക. അത് അധികം വൈകാതെ തന്നെ ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെയെങ്കിൽ അത് ഹൈക്കോടതിയിലേക്കായിരിക്കും അപ്പീൽ പോകുന്നത്. പക്ഷേ ഈ കേസിൽ നിലവിലെ വിധിയനുസരിച്ച് വിചാരണ കോടതിയുടെ വിധിയനുസരിച്ച് അവർ TV രാജേഷും പി ജയരാജനും ഈ അരിയിൽ ഷുക്കൂർ വധക്കേസിൽ വിചാരണ നേരിടണം.